നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നിങ്ങൾ ലിങ്ക് വഴി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള നമ്മുടെ ജനറൽ ചാനലിലേക്ക് ചേർക്കപ്പെടും. അവിടെ നിന്ന് നിങ്ങൾക്ക് പിൻ ചെയ്തു വച്ചിരിക്കുന്ന മറ്റൊരു ലിങ്ക് കാണാൻ കഴിയും. ഇതാണ് ആ ലിങ്ക്. ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് നമ്മുടെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് 3 ദിവസത്തെ സൗജന്യ സേവനം ഉപയോഗിക്കാം. അതിനുശേഷം തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏതായിരുന്നാലും ജനറൽ ഗ്രൂപ്പിലേക്ക് വന്ന പുതിയ മെമ്പർമാർ, അല്ലെങ്കിൽ ജനറൽ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു പോകുന്ന മെമ്പർമാർ, അവിടെ പിൻ ചെയ്തു വെച്ചിട്ടുള്ള മറ്റൊരു ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുടെ ആഫ്റ്റർ പെയ്ഡ് എന്നു പേരുള്ള ഗ്രൂപ്പിലെ 3 ദിവസത്തെ സൗജന്യ സേവനം ആസ്വദിക്കുക. വെള്ളിയാഴ്ചയിലെ ഞങ്ങളുടെ പെർഫോമൻസ്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശനിയും ഞായറും മാർക്കറ്റ് അവധിയായിരുന്നതുകൊണ്ട് വെള്ളിയാഴ്ചയിലെ ഞങ്ങളുടെ പെർഫോമൻസ് ഇതാണ്. 1, 2, 3, 4, 5 കോളുകൾ ഞങ്ങളെടുത്തു. 5ഉം അന്ന് പ്രോഫിറ്റിലായിരുന്നു. കൂടാതെ ഗ്രൂപ്പ് മാറി ജനറൽ ചാനലിൽ നമ്മളൊരു ക്രൂഡ് ഓയിൽ കൊടുത്തിരുന്നു. ആ ക്രൂഡ് ഓയിൽ വലിയ ഒരു പ്രോഫിറ്റാണ് തന്നത്. നോക്കൂ, ക്രൂഡ് ഓയിൽ 6000 കാൾ ഓപ്ഷൻ 167 ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 149 സ്റ്റോപ്പ് ലോസ് വെച്ച് 184, 197 വരെ പോവാൻ സാധ്യത ഉള്ളതായി കാണിച്ച് കൊടുത്ത സജഷൻ എൻട്രി എടുത്തവർക്ക് അത് 197 കടന്ന് 255ഓളം വരെ പോയി. നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. 184, 197 ഈ 2 ടാർഗറ്റും അന്ന് ഹിറ്റായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 6 ട്രേഡുകളാണ് ഞങ്ങൾ അന്ന് എടുത്തത്. 6ഉം നല്ല പ്രോഫിറ്റിലാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ IT സെക്ടറിലെ ഇൻഫോസിസിൻ്റെയും TCSൻ്റെയും റാലിയിൽ നിഫ്റ്റി 21,927 എന്ന ആൾ ടൈമായി ക്രിയേറ്റ് ചെയ്ത് 21,908 ക്ലോസ് ചെയ്തു. വരും ദിവസങ്ങളിൽ 22,100 മുകളിൽ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സും അതിൻ്റെ ആൾ ടൈം ഹൈ ആയ 72,720 എന്ന ആൾ ടൈമായി ക്രിയേറ്റ് ചെയ്തു. രാം മന്ദിർ ഇനാഗുറേഷൻ സെറിമണിയോട് അനുബന്ധിച്ച് ഇനിയും ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. നിഫ്റ്റിയിൽ ഇൻഫോസിസ്, ONGC, ടെക് മഹീന്ദ്ര, HCL ടെക്, LTIM തുടങ്ങിയവ മികച്ച നേട്ടമുണ്ടാക്കിയപ്പോൾ സിപ്ല, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഫിൻസർവ്, അൾട്രാടെക് സിമെൻറ്റ്, പവർ ഗ്രിഡ് എന്നിവ ലോസിലും ക്ലോസ് ചെയ്തു. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ചത്തേക്ക് നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് 21,832 ഒരുപാട് നേരം കൺസോളിഡേഷൻ ചെയ്തിട്ടാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോയി ഒരു ആൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്തത്. ഇനി നാളത്തേക്ക് ആദ്യമായി 21,927 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടാമത്തേത് 22,000ഉം 21,720 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 21,630 രണ്ടാമതും 21,600 മൂന്നാമത് സപ്പോർട്ടുമായിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 47,650 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 47,550 സെക്കൻഡും, അവിടെ നിന്നും താഴേക്ക് വരികയാണെങ്കിൽ 47,420 തേർഡും ആക്ട് ചെയ്യും, സാധ്യതയുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 47,815 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 47,952 സെക്കൻഡും 48,200 തേർഡ് റെസിസ്റ്റൻസും, അവിടെ നിന്നും മേലേക്കാണെങ്കിൽ 48,360 നാലാമത് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയും മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ഇനി നാളത്തേക്കുള്ള സ്റ്റോക്കുകൾ നോക്കുന്നതിന് മുമ്പ്, ഇൻട്രാഡേ സ്റ്റോക്കുകൾ നോക്കുന്നതിന് മുൻപ് വെള്ളിയാഴ്ചത്തേക്ക് നമ്മൾ കൊടുത്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ആദ്യമായി കൊടുത്തത് 1252 മേലെ പോയി 1252 നമുക്ക് ഒരു ബൈ എൻട്രി തന്നെ എടുക്കാൻ കഴിഞ്ഞു.
1258, 61, 65 എന്നിങ്ങനെ ടാർഗറ്റുകൾ പറഞ്ഞിരുന്നു. 1271.50 വരെ മുകളിലോട്ട് പോയി നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് നസാറയാണ്. നസാറയിൽ 920.50 നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നത്. അതും വളരെ സിമ്പിളായി തന്നെ നമുക്ക് എൻട്രി കൊടുക്കാൻ പറ്റി. അവിടെ നിന്ന് അങ്ങോട്ടൊരു ഹൈ തന്നെയായിരുന്നു. 923, 25, 28 എന്നിങ്ങനെ ടാർഗറ്റുകളാണ് പറഞ്ഞിരുന്നത്. 974 വരെ നല്ലൊരു റാലിയാണ് നസാറ നടത്തിയത്. പലരും PM വന്നിട്ട് നല്ല പ്രോഫിറ്റ് കിട്ടി എന്നുള്ള സന്തോഷം അറിയിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു സുഹൃത്തുക്കളെ. 10,000 രൂപ മിനിമം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടാം. അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഞങ്ങൾ എടുത്തു തരുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ ഫോളോ ചെയ്യുക. ഞങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും കൂടെ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ നഷ്ടത്തിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാളത്തെ സ്റ്റോക്കുകളിൽ ഒന്നാമത്തേത് സൺ ഫാർമയാണ്. കഴിഞ്ഞ ദിവസം അത് റീട്രേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈയൊരു റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈം ബ്രേക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നാളെ ഈയൊരു ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1330 ഒരു ബൈ എൻട്രി എടുക്കാം. 1327 സ്റ്റോപ്പ് ലോസ് വെച്ച് 1334, 36, 38 എന്നിങ്ങനെ ടാർഗറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്. 1337 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1:2 സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. രണ്ടാമത്തേത് കൊടക് ബാങ്കാണ്. കൊടക് ബാങ്കിൽ 1843 ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1843 ഒരു ബൈ എൻട്രി കൊടുക്കാം. 1836 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1849, 1854, 1858.50 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാം. 1858.50 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 1:2 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. സുഹൃത്തുക്കളെ, ഇതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിക്കുക, പഠിച്ചുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾ ഈ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലും നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തുകൊണ്ടും എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.